ഹായ്. ഇന്നലെ രാത്രി എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയി. അതുകൊണ്ട് ഇന്ന് രാവിലെ എത്തിയപ്പോഴും ഒരുപാട് ലേറ്റ് ആയി. ഇന്ന് എവിടെയും പോക്കും കാര്യങ്ങളും നടക്കില്ല, അതുകൊണ്ട് ഇന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുമ്പോഴാണ് ലക്ഷ്മി പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കിയാലോ എന്ന്. വീണ്ടും റിവറിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഇത് ജിബി റിവർ ആണ് കേട്ടോ. ഇവരുടെ എല്ലാവരും ജിബി റിവർ എന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അലക്കാനൊക്കെ വന്നില്ലേ, സെയിം സ്ഥലാട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം നമ്മൾ കുക്ക് ചെയ്തിട്ട് ഇവിടെയുള്ള ആന്റിക്കും അങ്കിൾക്കും പിള്ളേർക്കൊക്കെ കൊടുക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർ ഇന്നത്തെ ദിവസം നോൺ വെജ് കഴിക്കില്ല. അപ്പൊ നമുക്ക് രണ്ടുപേർക്കുള്ള കുറച്ച് ചിക്കൻ കടയിൽ പോയി വാങ്ങി 60 രൂപയ്ക്ക് കുറച്ച് ചിക്കൻ, 60 രൂപയ്ക്ക് 300 ഗ്രാം കിട്ടിട്ടോ. അപ്പൊ ആ ചിക്കനൊക്കെ മേടിച്ച് ഞങ്ങൾ വന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ പുഴയുടെ സൈഡിൽ അങ്ങോട്ട് കൂടാം. അപ്പൊ അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു TinPin സ്റ്റോറീസ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗുഹ കിട്ടിട്ടോ. അപ്പൊ ഞങ്ങള് ഗുഹയിലിരുന്ന് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ലക്ഷ്മി ഇതെല്ലാം റെഡിയാക്കി സെറ്റപ്പ് ആയിട്ടുണ്ട്. ഗംഭീര മാരിനേഷൻ ഒന്നും അല്ല കേട്ടോ, നമ്മൾ ഈ ഒരു ആംബിയൻസിനും പിന്നെ ഒരു കൊതിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ജസ്റ്റ് മഞ്ഞപ്പൊടി മുളക് പൊടി അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു മാരിനേഷൻ മാത്രം. എന്തൊക്കെയിട്ടെ? മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഉപ്പ്, ഇനിയിപ്പോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത്രയും സാധനങ്ങൾ ഇടുന്നുള്ളൂ. ചടപടാന്ന് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്ന അറിയില്ല. ഞങ്ങളൊരു അലുമിനിയത്തിന്റെ ഫോയിലൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം ഇത് സക്സസ്ഫുൾ ആവുന്ന അറിയില്ല. ചിലപ്പോൾ നല്ല ഉഗ്ര ഫ്ലോപ്പ് ആയിരിക്കും. നേരത്തെ അവിടെ റിവറിന്റെ സൈഡിൽ വെച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഇവിടെ തന്നെയാണ് കേട്ടോ, റിവറിന്റെ സൈഡ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഇത്തിരി കാറ്റ് കുറവുണ്ടാവുമെന്ന് തോന്നിയിട്ടാണ് ഇങ്ങോട്ട് നീങ്ങിയ ഗുഹയുടെ ഉള്ളിലേക്ക്. ഇതേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ പോകും. ഒരു നാരങ്ങയും കൂടി മുറിച്ച് ചേർക്കാന്ന് വിചാരിച്ചു, പെട്ടെന്നൊന്ന് മാരിനേഷനായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ ഇവിടെ, അങ്ങനെ കാര്യമായിട്ട് തണുപ്പൊന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ഈ ഗുഹയുടെ ഉള്ളിൽ ഈ ഭാഗത്ത് നല്ല ഗുഹ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഒരു കല്ലിങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പൊ അതിന്റെ അടിയിലാണ്. അപ്പൊ അതാണ് ലക്ഷ്മിനെ ഞാൻ ആദ്യം തന്നെ ഉള്ളിൽ കയറ്റിയിരുത്തത്. ഞാൻ പുറത്ത് സേഫാ. എന്റെ അച്ഛനമ്മ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇത് പരട്ടാണ്. ഞങ്ങളിവിടെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി കുളിക്കാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ഭയങ്കര തണുപ്പാണ്. വന്നന്ന് തൊട്ട് വിചാരിക്കുകയാണെന്ന് കുളിക്കണം അതിൻ്റെ അകത്ത്. പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല, നല്ല തണുപ്പാ. ഞങ്ങൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് പൊതിഞ്ഞ് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് നേരം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ ചിക്കൻ്റെ സെറ്റ് നമുക്കിത് ഇവിടെ എവിടെയെങ്കിലും കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ, ഇതാകുമ്പോൾ സേഫാ, വീഴുമൊന്നുമില്ല. ഈ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നാണ് കുളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും നടന്നില്ല, നടക്കുമോ എന്നറിയില്ല, നോക്കാം. തണുപ്പൊന്നും കൂടി ടെസ്റ്റ് ചെയ്യാം. ചിക്കൻ കഴുകുമ്പോൾ തന്നെ കൈയൊക്കെ ഫ്രീസ് ആവുമായിരുന്നു. നമ്മുടെ അടുത്ത ടാസ്ക് കുക്ക് ചെയ്യാനുള്ള വിറകും സംഭവങ്ങളൊക്കെ തപ്പിപ്പിടിക്കണം. ഞങ്ങളൊരു കല്ലിന്റെ മുകളിൽ വെച്ചിട്ട് ചിക്കൻ കുക്ക് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു പരന്ന പ്ലെയിൻ ആയിട്ടുള്ള ഒരു കല്ല് കിട്ടണം, പിന്നെ വിറക് കിട്ടണം, അങ്ങനെ കുറെ പരിപാടികളുണ്ട് നമുക്കപ്പോ. ഇനി കല്ല് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ് ഈ ഇതിന്റെ അകത്ത് കനലിലിട്ട് ഉണ്ടാക്കാന്നൊക്കെയാണ് വിചാരിക്കണേ. ഞങ്ങൾ ആക്ച്വലി കല്ലിലൊരു ബർഗർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തൊരു ഇവിടെ ലിങ്ക് ഇട്ട് തരാം. പക്ഷെ ഇവിടെ നമുക്ക് അന്ന് വീട്ടിലായിരുന്നു, കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതൊന്നുമില്ല, നമുക്ക് തപ്പി പിടിക്കാം. അപ്പൊ അതൊരു കല്ല് തപ്പി പിടിക്കാം, എന്നിട്ട് വിറക് തപ്പാം. ഇതുപോലത്തെ ഒരു പരന്ന കല്ലാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഈ സൈസ് പോരാ. ഒരു കല്ല് കിട്ടി, പക്ഷെ ചെറുതാണ്, ഇത്ര വലുപ്പമേ ഉള്ളൂ. അപ്പൊ ഇതിൽ വെച്ച് എങ്ങനെയാ കുക്ക് ചെയ്യാൻ? നല്ല പരന്ന കല്ലൊക്കെയാ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ രസമൊക്കെ ഉണ്ടാവും അല്ലേ? ചെറുതാ, പക്ഷെ പറഞ്ഞ കൂടി നോക്കാം. ഞങ്ങൾ ഈ കല്ലൊന്ന് കഴുകിയെടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കഷ്ണം നാരങ്ങ കൂടി ഉണ്ട്. അപ്പോൾ അതിട്ടൊന്ന് തേച്ചരച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ 2 കല്ലും സെറ്റ് ആയിട്ടുണ്ട്. ഏത് എടുക്കണമെന്ന് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് രണ്ടും കഴുകി വെച്ചേക്കണേ. ഒരെണ്ണത്തിന് ഇത്തിരി കട്ടി കൂടുതല, പക്ഷെ വലുപ്പം കുറവാ. മറ്റേതിന് വലുപ്പം കുറവാ, പക്ഷെ കട്ടി കൂടുതലാ. പിന്നെ
ഞങ്ങൾ കണ്ടുപിടിച്ച ഗുഹേന്റെ ഉള്ളിലിരുന്ന് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ ഭാഗത്തേക്ക് വിറകുകളൊക്കെ കുറവാണ്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ കുറെ മരങ്ങളും വിറകുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് എല്ലാം എടുത്ത് പറക്കി അവിടെ കൊണ്ടുപോയി ഉണ്ടാക്കണേക്കാളും നല്ലത് ഇവിടെ ഉണ്ടാക്കുമായിരിക്കും തോന്നുന്നു. അപ്പൊ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഉണ്ടാക്കാം. ചെറിയൊരു പ്ലാൻ ചേഞ്ച്. ഞങ്ങൾ അടുപ്പ് സെറ്റ് ചെയ്യാണ്. എത്രത്തോളം നടക്കുന്ന അറിയില്ല. നല്ല ഈർപ്പുള്ള മണ്ണാണ്. അപ്പോൾ ചിലപ്പോൾ നടക്കില്ല, ചിലപ്പോൾ നടക്കും. ഇതിങ്ങനെ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പുറത്തൊരു സപ്പോർട്ടും കൂടി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ തീയിടാൻ ഒക്കെയാണ് വിചാരിക്കണേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. എത്രത്തോളം ചൂടാവുന്നറിയില്ല. പക്ഷെ ഇവിടെയാണ് നമ്മൾ തീയിടാൻ പോകുന്നത്. ഇവിടെ ഈ മരത്തിന്റെ കഷ്ണം ആരോ മുറിച്ച് കൊണ്ടുപോയതിന്റെ കുറച്ച് പൊടി എടുക്കണ്ട, അറക്കപ്പൊടി പോലെ. ഇത് പെട്ടെന്ന് കത്തൂല. അപ്പൊ അത് ആദ്യം എടുത്ത് ഇടാന്ന് വെച്ചു. കത്തി വരുന്നുണ്ടേ. ഇപ്പൊ ചെറിയൊരു പ്രതീക്ഷകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. എന്താവോന്ന് അറിയില്ല. നല്ല കാറ്റാട്ടോ. അപ്പോ കത്തുന്നുണ്ട്, നല്ല പുകയുണ്ട്. നമ്മൾ അടുത്ത് കാണുന്ന എല്ലാ വക ഉണങ്ങിയ സാധനങ്ങളും എടുത്തിടുന്നുണ്ട്. കല്ല് ചൂടൊന്നും ആയിട്ടില്ല. പക്ഷെ കല്ലിന്റെ മുകളിലുള്ള വെള്ളമൊക്കെ വറ്റിപ്പോയി. ഇതിൽ നിറച്ച് മുള്ളാട്ടോ. അതുകൊണ്ടാണ് കത്തി കൊണ്ട് മുറിക്കണേ. ചിലപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ കയ്യിൽ കൊണ്ട് കയറും. കല്ല് നല്ലോണം ചൂടായിട്ടുണ്ട്. അതിനനുസരിച്ച് നല്ല മഴക്കാറ് വരുന്നുണ്ട്. പണി കിട്ടുമെന്ന് അറിയില്ല. സൂര്യനൊക്കെ ഒതുങ്ങി. ലക്ഷ്മി കല്ലിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് തടകാമെന്ന് വിചാരിക്കണം. ഞങ്ങളുടെ ആകെ ഒരു സ്പൂൺ മാത്രമേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. എണ്ണയൊക്കെ നല്ല ചൂടായി വരുന്നുണ്ട്. ചിക്കൻ അങ്ങോട്ട് തുറന്നു. സൂര്യനാ പുറത്തേക്ക് വന്നു. യെസ്. നല്ല ശബ്ദം. നല്ല മണം വരുന്നുണ്ട്, കൊതി വരുന്നുണ്ട്. ചിക്കൻ്റെ കാല് 2 പീസും നല്ല റെഡിയായി വരുന്നുണ്ട്. ബാക്കിയൊക്കെ ഇപ്പം ഇട്ടിട്ടേ ഉള്ളൂ. സ്ഥലമില്ലാന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ അതൊന്ന് ഒതുങ്ങി. ഞങ്ങളിത് ഒട്ടും സക്സസ് ആവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. രാവിലെ ഞാൻ കുക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോഴും അതൊരു ആഗ്രഹം മാത്രമായിരുന്നു. പക്ഷെ ഇത്രയെങ്കിലും എത്തുന്ന ഒരിക്കലും വിചാരിച്ചില്ല അല്ലേ. കുറെ തടസ്സങ്ങളുണ്ടായിരുന്നു നമുക്ക്. മഴ, തണുപ്പ്, ഇടിവെട്ട്, പിന്നെ ഈ വിറക് സംഘടിപ്പിക്കുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ വന്ന ദിവസം ഒരു ലില്ലിന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള ഒരു പട്ടി എന്ന് പറഞ്ഞ് കാണിച്ചില്ലേ, ഒരു പട്ടിക്കുട്ടി. അത് ശരിക്കും ഇവിടെ ഉള്ള ഒരു ഗസ്റ്റിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ ബീഹാറിൽ നിന്നുള്ളതാണ്. ദിവ്യാൻഷു എന്നാണ് ആളുടെ പേര്. ആള് മണാലിയിൽ ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ വന്നതാണ് ഗുർഗാവിൽ നിന്ന്. പിന്നെ അവിടെ അങ്ങനെ ജനുവരി തൊട്ട് കൂടി. പിന്നെ ഇവിടെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടെ അങ്ങനെ ആൾ താമസിച്ചിരുന്ന എന്തോ ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. അവിടെ പ്രസവിച്ചൊരു പട്ടിയുടെ കുട്ടിയാണത്. അപ്പോൾ അതിനെ അതെ, നമുക്ക് ബൂബോയ് പോലെ. ഞങ്ങൾക്ക് പെട്ടെന്ന് ആ കഥ കേട്ടപ്പോൾ ബൂബോയിനെ ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ആൾ അതിനെയും കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെ തുറന്നു വിടുക. അതിങ്ങനെ രാവിലെ ഓടി നടക്കും. പിന്നെ ഒരു ദിവസം 1-2 ദിവസം ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യും. ആളുടെ ജോലിയൊക്കെ ചെയ്യും. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നല്ലൊരു ഇതല്ല. ഞങ്ങൾക്ക് ഇതുപോലെ ഒരു പട്ടിക്കുട്ടീനെ അടുത്ത് കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ നമുക്ക് എത്രത്തോളം യാത്രയിൽ അത് ഫീസിബിൾ ആവണമെന്ന് അറിയില്ല.
ചിക്കന്റെ കാല് നല്ലോണം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പതേ ഞങ്ങളത് എടുക്കാന്ന് വിചാരിക്കുകയാണ്. ലക്ഷ്മി ആ മംഗളകർമ്മം നിർവഹിക്കുകയാണ്. പിടിച്ചുതരാം. ഞങ്ങൾ ഉണ്ടാക്കിയോണ്ട് പറയല, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടോ. എന്താ പറയാ, ആ പുകയുടെ രുചിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു നോക്കിയേ. നല്ല ആംബിയൻസും സ്മോക്കി ഫ്ലേവറും എരിവും. ഞാൻ കുറച്ച് എരിവ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായി കുക്കായി. സക്സസ്. ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിച്ച് മേലെ കയറി വന്നപ്പോ പിള്ളേർ ഇവിടെ ഗംഭീര കളിയായിരുന്നു. അപ്പൊ അവരുടെ ഒപ്പം കുറച്ചേരൊക്കെ കളിച്ചു. അവരുടെ ഒപ്പം ഓടി ഞാനാട്ടോ ഓടി എന്റെ ലങ്സിന്റെ ഒരു പണി തീർന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേപ്പോൾ അകത്ത് കയറി. നല്ല മഴക്കാറാണ്, നല്ല ഗംഭീര മഴ വരുന്നുണ്ട്. നാളത്തെ വെതർ ഫോർകാസ്റ്റ് ഒക്കെ ഭയങ്കര മോശമാണ്. ഞങ്ങൾ നാളെ ഒരു ട്രക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്താണെന്ന് അറിയില്ല. അപ്പോൾ നോക്കാം എന്തായാലും നാളെ രാവിലെ എത്തി നോക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.